ചേട്ടൻ അനിയത്തി പാസം കാണിക്കുന്നുണ്ട്. ആ സിനിമയുടെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ അവർക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ആ സാധനം വർക്കായിട്ടുണ്ട്. കുറ്റം പറയാൻ വേണ്ടി പാടില്ലല്ലോ, കുറ്റം ഞാൻ പറയാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ വേണമെങ്കിൽ ഈ സിനിമയെ ഒരു ഇന്ത്യൻ 3 ആയിട്ട് പരിഗണിക്കാം. എനിക്ക് തോന്നുന്നു കമലഹാസന് ഈ പടത്തിൽ, അതായത് ഇന്ത്യൻ 2 അഭിനയിച്ചതിന് ശേഷം ആ ഇന്ത്യന്റെ ഹാങ് ഓവർ വിട്ട് മാറിയിട്ടില്ല എന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലുള്ള ഈ 80ഉം 75ഉം വയസ്സിലുള്ള വയസ്സന്മാരെല്ലാം ഈ ബലാരിഷ്ടവും കുടിച്ച് കുഴമ്പും തടവി ഗ്യാസിന്റെ ഗുളിക ജീവിക്കുന്ന സമയത്ത് ഈ ഒരു മനുഷ്യൻ, അതായത് ഈ കമലഹാസൻ അഭിനയിക്കുന്ന വയസ്സൻ കഥാപാത്രങ്ങൾ മാത്രം കഴുത്തിൽ 4 വെടിയുണ്ട്, പള്ളക്ക് 4 വെടിയുണ്ട്, കൈക്ക് വെടിയുണ്ട്, ഇതൊന്നും പോരാണ്ട് നാട്ടിൽ ഓടി നടന്ന് അടിയും കൊള്ളുന്നുണ്ട്. എന്നാൽ ഒരു കോൺക്രീറ്റിന്റെ ബീമെല്ലാം ചെങ്ങായി താങ്ങി നിർത്തുന്നുണ്ട് ഈ പടത്തില്. താങ്ങത്ത് മീൻസ് അയാൾ വീണു, അതിന്റെ പുറത്താണ് ഈ കോൺക്രീറ്റ് ഒന്നും വീണിട്ടുള്ളത്. പക്ഷെ ഒരു കുലുക്കവും ഇല്ല, വീണ്ടും അറിഞ്ഞും പുറഞ്ഞും അടി വാങ്ങുന്നുണ്ട്. ഇതൊന്ന് കൺവിൻസിങ് ആണ് ഈ സാധനം. ഓക്കെ, അത് കൺവിൻസിങ്, നമ്മൾ പലതരത്തിലുള്ള ആക്ഷനും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, എല്ലാ ആക്ഷനും കൺവിൻസിങ് ആയിരിക്കണമെന്നില്ല. പക്ഷെ സ്ട്രോങ് ആയിട്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബിലീവബിൾ ആകും. ഓക്കെ, സിനിമ എന്നുള്ളൊരു പരിഗണന നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും കഥ അത്രയ്ക്കും ഇമോഷണലി കണക്ട് ചെയ്ത് നിന്നാൽ മാത്രമേ നമുക്ക് ഈ സാധനം കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു തോന്നലുണ്ടാകൂ. പക്ഷെ ഈ പടം പല സ്ഥലത്തും വീക്കായി പോയി. ഇപ്പൊ നമ്മള് വിക്രം എന്ന് പറഞ്ഞ സിനിമ എടുക്കാം. വിക്രം എന്ന് പറഞ്ഞ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ കമലഹാസൻ ഇങ്ങനെ തട്ടിപ്പോകുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം കമലഹാസൻ തട്ടിപ്പോയിട്ടില്ല എന്നും, ഇന്റർവെല്ലിന് ശേഷം ബൈക്കിൽ വരുന്ന ചെങ്ങായി കമലഹാസനാണ്, ഹെൽമെറ്റ് ഊരുന്നത് വരെ അത് കമലഹാസനാണെന്നല്ല നമുക്കറിയാം. എന്നാലും ഹെൽമെറ്റ് ഊരി കഴിയുമ്പോൾ നമുക്കൊരു ആവേശം വരുന്നുണ്ടല്ലോ, ആ ഒരു സാധനം ഈ പടത്തിൽ വർക്കായിട്ടില്ല. ഈ പടത്തിൽ ഇന്റർവെല്ലിന് ശേഷം കമലഹാസൻ ഒരു വരവ് വരുന്നുണ്ട് മോനെ, നമ്മളെ പട്ടണപ്രവേശ